ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പുതിയ വീഡിയോ ആണ്. അതും ഫ്ലവർ മേക്കിംഗ് ആണ്. അത് ഫോയിൽ പേപ്പർ കൊണ്ട് ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഫെവിക്കോളും വേണ്ട, ഒരു ഗം ഐറ്റംസുകളും നമുക്ക് വേണ്ട. വെറും ഇത് കണ്ടില്ല, ഗോൾഡൻ വയറും അതുപോലെ തന്നെ ഫോയിൽ പേപ്പറും. സാധാ ഫ്ലവർ കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ ഫോയിൽ പേപ്പർ. അതിനുശേഷം ഇത് കണ്ടില്ല, ഗോൾഡൻ വയർ എടുത്ത് അതൊരു റാ ഷേപ്പ് നമുക്ക് വേണ്ടുന്ന ഷേപ്പ്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് റാ ഷേപ്പാണ്. അതല്ല നമുക്ക് ഇത് സൺഫ്ലവർ മോഡലാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ പിടിക്കാം. ഈ കമ്പി തന്നെ നീണ്ടു വരും. ഈ കമ്പിക്ക് കൊടുക്കുന്ന ഷേപ്പായിരിക്കും ആ ഫ്ലവറിൽ. നമ്മൾ മുൻപേയും ഈ സോക്സിൻ്റെ ഫ്ലവറും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ വയർ എടുത്ത് ഞാൻ വെറുതെ റാ ഷേപ്പിൽ ഒന്ന് ചുറ്റി വരിഞ്ഞ് മുറുക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഫോയിൽ പേപ്പർ. ഇത് ഒന്നും ഒട്ടിക്കേണ്ട, നമ്മൾ വെറുതെ കണ്ടില്ലേ, വെറുതെ ഒന്ന് അതിൻ്റെ ഒരു നീളം നോക്കിയിട്ട് ഡബിൾ നീളം എടുത്തിട്ടാണ് അത് ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വെറുതെ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുക. ഇനി അതിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് പൂമ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുക. വെറുതെ കമ്പിയിൽ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്ത് ചുറ്റി വരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഓരോ റൗണ്ടായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന അതും ചുറ്റി അങ്ങ് എടുത്തിരിക്കുക. ഫെവിക്കോളും ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, ഒരു ഗം ഐറ്റംസും ഇതിന് വേണ്ട. വളരെ സിമ്പിളെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൽ വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. എങ്കിലോ കാണാൻ വ്യത്യസ്തമായിട്ട് മറ്റൊരു ഭംഗിയുമാണ്, മറ്റൊരു ഭംഗി തന്നെയാണിത് നമ്മൾ ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്കും. ഇതിനിപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു 3 ഫ്ലവേഴ്സിനാണ് ഞാനിത് വെച്ചിരിക്കുന്ന. 3 ഇതളും അതുപോലെ 5 ഇതളും നമുക്ക് വേണ്ടുന്ന പെറ്റൽസുകൾ റെഡിയാക്കി എടുക്കാം. ഓരോ പെറ്റൽസുകളും ആദ്യമേ ആ ഒരു 3 പൂമ്പൊടി നല്ലതുപോലെ ചുറ്റി വരിഞ്ഞ് വേറൊരു ഗോൾഡൻ വയറിൽ ചുറ്റി വരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോ പെറ്റൽസും ഇത് കണ്ടില്ല അറേഞ്ച് ചെയ്ത് അത് ഞാൻ വേണമെങ്കിൽ നമുക്ക് ആ കമ്പിക്ക് ചുറ്റി വരിഞ്ഞെടുക്കാം. അതിൽ ഭേദം ഞാനാണെങ്കിൽ എനിക്ക് കെട്ടുന്നതിലാണ് കൂടുതൽ ടൈറ്റായിട്ട് നല്ലതുപോലെ മുറുക്കി വരിഞ്ഞ് 2 കെട്ടി തന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതൾ അനങ്ങത്തതേ ഇല്ല, ആ ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ആ ഗ്രീൻ ടേപ്പിന് പകരം ഇത് തന്നെ നമ്മൾ ആ ഒരു ഫോയിൽ പേപ്പർ തന്നെ എടുത്ത് നീളത്തിൽ, വീതി കുറച്ച് നീളത്തിൽ ചെയ്തിട്ട് ചുറ്റി വരിഞ്ഞ് അമർത്തി പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫ്ലവറായി കഴിഞ്ഞ് 3 ഫ്ലവറും അതിനുള്ള പൂമ്പൊടിയും ആക്കിയപ്പം വ്യത്യസ്തമായിട്ട് മറ്റൊരു ഭംഗി തന്നെ ഇതിനുണ്ട്. ഇല്ല, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിൻ്റേതായ ഒരു സിൽവർ ടച്ചുണ്ട്. ഇതുപോലത്തെ ഗോൾഡൻ പേപ്പർ എടുത്ത് നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. സോക്സ് ഫ്ലവറിൽ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിന് പകരം ആ പൂമ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൂമ്പൊടിയല്ല, വലിയ ഫ്ലവർ ആയതുകൊണ്ട് അതിൻ്റെ തന്നെ പൂമ്പൊടി റെഡിയാക്കി നമ്മൾ എടുത്താൽ മാത്രം മതി. മനോഹരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലവറാണ്, എങ്കിലോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.